എന്റെ പൊന്നാര ചങ്കുകളെ, നമ്മൾ കിട്ടിയ ഒരാഴ്ചത്തെ തോർച്ച നല്ല പരുവം കിട്ടി. എന്നാലും ആ അതിന് മുന്നേ ഉള്ള വാഴയൊക്കെ കിടക്കുന്നുണ്ട്, വാഴയൊക്കെ കരിഞ്ഞ്. അപ്പൊ ഈ കിട്ടിയ ഒരാഴ്ച പ്രയോജനപ്പെടുത്തി. കാരണം എല്ലാവരും 3-4 പേര് നിന്നിട്ട് ഇവിടെയൊക്കെ ചീരയൊക്കെ വെച്ച് വാഴയൊക്കെ കൊലച്ച് കിടക്കും. എന്നാലും വാഴയ്ക്ക് വളമിട്ടു. പക്ഷെ നമുക്ക് പിന്നെ ഇത്രയൊക്കെ മറച്ചു പറക്കി വെച്ചിട്ടും ഇന്നലെയും പന്നി കയറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കിട്ടും ആരെങ്കിലും ഒക്കെ നമ്മളോട് ചോദിക്കുമായിരുന്നു, എവിടെ എങ്ങനെ അവിടെ പന്നി ശല്യം ഉണ്ടോ? ഏയ്, ഞാൻ സൈഡിൽ വലയും ഇട്ട് കമ്പിയൊക്കെ ഇട്ട് മറച്ചൊക്കെ വെച്ചേക്കല്ലോ എന്ന് ആരോടും പറയുന്നത്. ഇത് നോക്കിക്കാ, സംഭവം വലയൊക്കെ ഇട്ട് മറച്ച് 2 ലൈൻ 3 ലൈൻ കമ്പിയൊക്കെ വലിച്ചിട്ടേക്കോ പന്നി കയറാതിരിക്കാൻ. ഇന്നലെ കൂടെ ആളെ നിർത്തിയതായി ചാലൊക്കെ കോരി വൃത്തിയാക്കി. നമ്മൾ 2 മാസം കാത്തു സൂക്ഷിച്ച് വിളവെടുക്കാൻ പരുവമായി വന്ന് കിടക്കുന്നു. അപ്പൊ ഇന്നലെ വന്നേക്കുന്നു. ആദ്യമേ വന്ന് പന്നിയിലെ അടങ്കൽ കൊടുത്ത് കിളപ്പിക്കുന്നവരെ പോലെ വന്നൊരു കളച്ചിട്ട് പോയത് 2 ദിവസത്തിന് മുന്നേ. പിന്നെ വീണ്ടും വന്ന് കളച്ച്. ഇത് നോക്കിക്ക, ഇത് പന്നി മാത്രമല്ല, പന്നി JCB കൊണ്ടാ വന്ന് കളയ്ക്കുന്നതെന്ന് തോന്നുന്നു. നോക്കിക്ക, പണയെല്ലാം കൂടി ഇടിച്ച് ചാലിയെ കൊണ്ടിട്ട് 2 മാസം നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന വെണ്ടയൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് മണ്ടയും ഇല്ല മൂടും ഇല്ലാത്ത അവസ്ഥയിലായി. ഇത് നോക്കിക്ക, JCB കൊണ്ടുവന്ന് കളച്ചതുപോലെ കളച്ചു കളഞ്ഞ്. എങ്ങനെയാണേ നമ്മളൊരു എന്താ പറയുന്നത്, നമ്മൾ കൃഷി തുടങ്ങിയിട്ടാണോ പന്നിയും കൂടെ വന്നെത്തിയേ? ബാക്കിയുള്ളതൊക്കെ അങ്ങനെയാന്നാ പറയുന്നത്. മീൻകട തുടങ്ങി, കപ്പൽ മുങ്ങി, വന്നിറങ്ങി ആൾപാമ്പ് തുടങ്ങി, കൊറോണ വന്ന്, എന്ത് പരിപാടികളാന്ന് നോക്കിയാ. ഇതൊരു സൈഡിൽ നിന്നേ ഒരു കളച്ചൊക്കെ എത്തിച്ചു കേട്ടോ. വെണ്ടയൊക്കെ മൂടോടെടുത്ത് കളയത്. ഇക്കണക്കിന് ഇവര് 4 ദിവസം വന്നിറങ്ങിയ നമ്മുടെ വെണ്ടയൊക്കെ നോക്കിക്ക, ആകെ കിളച്ച് വാരി തകർത്ത്. എല്ലായിടത്തും ഇതുപോലെയൊക്കെ മറയും വലയും കാര്യമൊക്കെ ഉണ്ടെന്നേ. ഇതൊക്കെ അവര് നുള്ളിപ്പറിച്ച് കയറൂലെന്ന് തോന്നുന്നു, കമ്പി കിടക്കുന്നുണ്ട്. നമ്മള് കൃഷിയിലും പരാജയമാണോ? ഇനിയിപ്പോ എന്തോ ചെയ്യുന്നത്? ഇത് എത്രയും ഭാഗമൊക്കെ ഷീറ്റ് വെച്ച് മറച്ചെടുക്കണമെങ്കിൽ ഷീറ്റ് വെച്ച് ഇത് ഇത്രയും ഭാഗമൊക്കെ മറച്ചെടുക്കണമെങ്കിൽ ഷീറ്റ് എത്ര വേണം? ഇതിൻ്റെ ഇടയിൽ നമ്മൾ 2 ട്രിപ്പ് പാവൽ വെച്ചിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുമ്പളം നമ്മൾ 2 ട്രിപ്പ് പാവൽ വെച്ച്. ആദ്യത്തെ ഒരു ട്രിപ്പ് പോയിട്ട് രണ്ടാമത്തെ വെച്ചതാ ഇത്. എങ്ങനെയെങ്കിലും ഒക്കെ അതിനെ ഒന്ന് ഒപ്പിച്ച് പറക്കിയെടുക്കാം. ഈ കണക്കിന് പന്നി ഇങ്ങോട്ടെങ്ങനെ ഇതുവരെയും പന്തലിന്റെ അകത്തോട്ട് വലുതായിട്ട് കയറിയിട്ടില്ല. ഇതിനകത്തോട്ടെങ്ങനെ പന്നി വന്ന് കയറിയാൽ തകർത്തു വാരിക്കളയും കേട്ടോ. നമ്മൾ ആദ്യമേ ഇതിനകത്ത് ഫുള്ള് കാടായിരുന്നു. ആദ്യമേ ഇതെല്ലാം പാവലൊക്കെ എല്ലാം പുള്ള വൃത്തിയാക്കി പാവലിട്ടതെല്ലാം കൂടെ മഴയത്ത് പോയി. വീണ്ടും നമ്മളെല്ലാം കൂടെ ഒരാഴ്ച ഇറങ്ങിയാണ്ട് ഒരു ലൈൻ, ഇവിടെ വലിയ ചെലവില്ലാത്തതുകൊണ്ട് ഒരു ലൈനിൽ പീച്ചിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പീച്ചിലും ഒക്കെ വിളവെടുക്കാനായിരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ വെച്ചതാ. പാവലും ഒക്കെ പോയി. പീച്ചിലൊക്കെ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഒരു വിളവെടുപ്പിനുള്ള പീച്ചിലുണ്ട്. അതിൻ്റെ ഇടയിൽ നോക്കിക്കുക, ആ പീച്ചിലിനകത്ത് ആദ്യം ഫസ്റ്റ് വീണ പീച്ചിൽ വവ്വാൽ വന്നടിച്ചിട്ട് പോയി. വവ്വാലാന്നോ തത്തയാന്നോ? തത്ത ശല്യം കൂടുതലാ. എന്നാൽ നമ്മൾ ആദ്യമേ വെച്ചൊരു ലൈൻ പാവലുണ്ട്. ആദ്യം വെച്ചതിൽ പോകാതെ ഈ പീച്ചിലിന്റെ കൂടെ കിട്ടിയ ഒരു വരി പാവൽ. ഈ പരുവത്തിന് ആ പാവലെങ്കിലും പിഞ്ചു വീണ് തുടങ്ങി, സെറ്റായേനെ. അതൊരു ലൈൻ പാവലുണ്ട്. ഇത് കിടക്കുന്ന കണ്ടാ ബാക്കിയെടുത്ത് കളയാൻ തോന്നാഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊരെണ്ണം കണ്ടോ? ഇത് നമ്മളൊരു മുള കൊണ്ടുവന്നിട്ട് തൂണ് കുഴിച്ചതാ. അപ്പൊ ഓക്കെ, രാവിലെ വന്ന് പന്നിയുടെ ഈ ഒരു കിളയിൽ കണ്ടപ്പോഴത്തേക്ക് ഒരു സങ്കടമടി. അങ്ങനെ ഒരു വീഡിയോ ചെയ്തേ. അപ്പൊ ഓക്കെ.